ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് എത്തിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? ഇന്ന് 12/12 പോർട്ടലാണ്. എല്ലാവരും മറ്റ് ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാ പോർട്ടൽസിലും നമ്മൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ രാത്രി 12 മണിക്ക് ഇത് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. 12/12 പോർട്ടൽ ഈ വർഷത്തെ അവസാനത്തെ പോർട്ടലാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുക. രാത്രി 12 തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് രാവിലെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രൊവിഷനുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം രാവിലെ കാണുന്നവരത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, മോർ എഫക്റ്റീവ് 12 to 12 ആണ്. പിന്നെ നെക്സ്റ്റ് രാത്രി ഇന്ന് രാത്രി 12 മണി വരെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, മാനിഫെസ്റ്റേഷൻസ് 12 മണി വരെ എഴുതാവുന്നതാണ്. എങ്കിലും രാവിലെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ പീരീഡ് അവസാനിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഡെത്തായി പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫർമേഷനാണ്, ഒരു പരിവർത്തനമാണ്. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നൊരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ തുടക്കം ഇന്നേ ദിവസം ഉണ്ടാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഡെത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില പേടികളുടെ അവസാനമായിരിക്കാം, ചിലപ്പോൾ ചില ഓർമ്മകളുടെ അവസാനമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ചില ആളുകളെ നിങ്ങൾ റിലീസ് ചെയ്യുന്നതാവാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പഴയതുപോലെ ഒരു ഭയമില്ലാതെ, പഴയതുപോലെ ഒരു ആകാംക്ഷയില്ലാതെ, ക്യൂരിയോസിറ്റി ഇല്ലാതെയൊക്കെ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങൾ പഴയ റിലേഷൻഷിപ്പിലൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ, പഴയ ഫിനാൻഷ്യൽ ട്രോമകളിലൊക്കെയാണ് നിങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അത് ഹീൽഡ് ആയിട്ടുള്ളതായിട്ട് കാണാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് ഹീലായിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഓർമ്മകൾ നിങ്ങളിപ്പോൾ വേദനിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ റിയലൈസേഷൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ട്രോമയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു, ഒരു പരിവർത്തനത്തിലേക്ക് നിങ്ങൾ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ലൈഫ് ചേഞ്ചിങ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ചേഞ്ചിങ് സൈക്കിളിലോട്ട് നിങ്ങൾ പാസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡ് പറയുന്നത്. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഈ ഒരു 2025 അവസാനിക്കുന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ ഇനിയൊരു 18 more days ഉള്ളൂ നമുക്ക് ഈ വർഷം അവസാനിക്കാനായിട്ട്. ഈ വർഷം കൊണ്ട് ഈ വർഷം ആരംഭിച്ചിട്ടുള്ള ട്രോമാസ് എല്ലാം ഈ വർഷം തന്നെ അവസാനിപ്പിച്ച് വളരെ പുതിയ ആളായിട്ട് നിങ്ങൾ അടുത്ത ഒരു വർഷത്തിലേക്ക് പോകണം. അപ്പോൾ എന്തെല്ലാം വേദനകളും വിഷമങ്ങളും ഉണ്ടോ അതെല്ലാം നിങ്ങൾ ഈ വർഷം ഇവിടെ അവസാനിപ്പിച്ചിട്ട് വേണം പോകാൻ. അതിനുള്ളൊരു തുടക്കം ഇന്ന ദിവസം നിങ്ങളായിട്ട് തന്നെ കൊണ്ടുവരണം. നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ കിട്ടിയിട്ട് പ്രയോജനമില്ല എന്ന് തോന്നുന്ന, നിങ്ങളെ വേണ്ടാന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം നിങ്ങൾക്ക് വേണ്ടാന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടാണ് പലരും പോയിട്ടുള്ളത്. നിങ്ങളെ വേണ്ടാത്ത സാഹചര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് എനിക്കും വേണ്ട എന്ന് തീരുമാനിക്കാനുള്ളൊരു ആർജവമാണ് ഇന്ന് മുതൽ ഇനിയുള്ളൊരു 18 days നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ പൂർണ്ണമായിട്ടും വ്യക്തമായ മാറ്റം, വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടാണ്. അപ്പോൾ ഇന്നേ ദിവസം അതിനുള്ളൊരു തുടക്കമായിട്ടാണ് കാണേണ്ടത്. ഇപ്പോൾ 12/12 പോർട്ടലിൽ ഒരു ഡെത്ത് കാർഡ് വരുമ്പോൾ അതിനർത്ഥം തന്നെ നമ്മൾ നെക്സ്റ്റ് പോർട്ടലിലേക്ക്, വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് റെലം ഓഫ് ലൈഫാണ്. അപ്പോൾ നമ്മുടെ ലൈഫിനെ നെക്സ്റ്റ് ഒരു സെക്ടറിലേക്ക് നമ്മൾ മാറുന്നു എന്നാണ് കേട്ടോ ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡ് പറയുന്ന ഒരു പരിവർത്തനം ഇന്നേ ദിവസം ഉണ്ടെന്നാണ് കേട്ടോ. ഇന്ന് പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലെ ഒരു എന്താണ് ഒരു ഈറ തന്നെ അവസാനിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഡെത്ത് കാർഡ് വരുമ്പോൾ നമുക്കറിയാം കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദിവസം കൂടിയാണ്. പരിവർത്തനമാണ്. ചിലപ്പോൾ നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരുന്നതാവാം, ചില ആറ്റിറ്റ്യൂഡ്സിൽ മാറ്റം വരുന്നതാവാം, നമ്മുടെ ഒരു വേ ഓഫ് തിങ്കിങ് മാറുന്നതാവാം, അതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് ഒരു ക്ലാരിറ്റി നോക്കാം. 8 of Pentacles, നൈറ്റ് ഓഫ് കപ്സും ആണ്. അപ്പോൾ നിങ്ങൾ ഓവർ വർക്ക് ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. റിലേഷൻഷിപ്പിലേക്ക് ഓവർ വർക്ക് ചെയ്ത ഒരു റിലേഷൻഷിപ്പിലേക്ക്
നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അവർ തിരിച്ചു വരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റിംഗ് അവസാനിക്കുന്നു എന്നാകാം, അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നാകാം. അതായത് നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻ്റ് ആയ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട്, ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഒരു വ്യക്തിയാകാം, വ്യക്തി വന്ന് ഓഫർ തരുന്നതാകാം, നഷ്ടപ്പെട്ടു പോയി ജോലി ഓഫർ തിരിച്ചു കിട്ടുന്നതാവാം. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഈ ഒരു ടാരോ റീഡിങ്സ് കാണാൻ വേണ്ടി നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, അത് എന്താണോ അത് നിങ്ങളിലേക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളത് ഓവർ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ട്രോമ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഡെത്ത് ആയിരിക്കുന്നു, നിങ്ങളുടെ ആ കഷ്ടപ്പാടിനൊരു ഡെത്ത് ആയിരിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ആവശ്യമില്ലാന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇന്ന് തൊട്ട് വേണ്ടാന്ന് വെക്കാൻ തീരുമാനിക്കണം കേട്ടോ. അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വാക്കായിരിക്കണം. നാളെ മുതലല്ല, ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ മറ്റൊരാളായിരിക്കും. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്കിപ്പോൾ എന്തുണ്ടോ അതിന് നിങ്ങൾ നന്ദി പറയുക. അതിനുശേഷം നിങ്ങൾ ഇനി വരാൻ പോകുന്നതെല്ലാം എൻ്റെ നല്ലതിന് മാത്രം, അത് മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് പറയും. ഓക്കെ, അതാണ് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കിന്നൊരു ട്രീറ്റ്, ഒരു ആഘോഷം, കൂടുതലും മോസ്റ്റ്ലി നിങ്ങൾ ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കാം. ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ് 3 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇവിടെ 2 പേരുള്ള ഒരിടത്തേക്ക് മൂന്നാമതൊരാളുടെ എൻട്രി ആകാം. രണ്ട് പേരുള്ള ഫ്രണ്ട്സിനിടയ്ക്ക് മൂന്നാമതൊരു ഫ്രണ്ട് വരുന്നതാവാം, ഒരു സെലിബ്രേഷൻ നടക്കുന്നതാവാം, ഇവിടെ ഒരു ഗ്യാതറിങ്ങിലേക്ക് നിങ്ങൾ ചെല്ലുന്നതാവാം, ഒരു സെലിബ്രേഷൻ്റെ കാർഡും കൂടിയാണ്. അതൊക്കെയാണ് 3 ഓഫ് കപ്സ് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരാളുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു പരിവർത്തനം, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ചില പരിവർത്തനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമതൊരാളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു എന്നാകാനും സാധ്യതയുണ്ട്. 3 ഓഫ് സോർട്സ് ഉണ്ട്. ചിലപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലേക്കൊക്കെ അത് നിങ്ങളെ ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലെ പേടിയായിരിക്കാം. ഒരിക്കൽ നിങ്ങൾ ബ്രോക്കൺ ഹാർട്ടഡ് ആയതുകൊണ്ട് ഈ 3 ഓഫ് സോഡ് എപ്പോഴും പറയുന്നത് കാർമിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനെ കുറിച്ചാണ്, പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാർമിക് സിറ്റുവേഷനെ കുറിച്ചാണ്. നിങ്ങളുടെ വൂണ്ടഡ് ഹാർട്ടാണ്. അതായത് എന്താണ്, പല പ്രാവശ്യം ഇതുണ്ടല്ലേ, വൂണ്ടഡ് ആണ്. ഇറ്റ് ഈസ് സ്റ്റാബ്ഡ്. അത് മറ്റാരോ നിങ്ങളെ ചതിച്ചിട്ടുള്ള, ചീറ്റഡാണ്, ഫ്രം ദ ബാക്കാണ്, ബാക്ക് സ്ട്രോക്കിംഗ് ആണ്, അല്ലെങ്കിൽ ബാക്ക് സ്റ്റാബിംഗ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ്. പുറകിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറഞ്ഞൊരു എനർജിയാണ് ഈ 3 ഓഫ് സോഡ്സ് പറയുന്നത്. അപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു വിശ്വാസം നഷ്ടപ്പെടുന്നതാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയം പഴയ ആ ഒരു ട്രോമയിലേക്ക് ചിലപ്പോൾ ഇന്ന ദിവസം തിരിച്ചു പോകുന്നതാവാം, അല്ലെങ്കിൽ ഇന്ന ദിവസം നിങ്ങൾക്കൊരു ട്രോമ വരുന്നതാവാം. അപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്തും 3 ഓഫ് കപ്പും 3 ഓഫ് സോഡ്സും കാണുമ്പോൾ മനസ്സിലാവുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതാവാൻ സാധ്യതയുണ്ട്. അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും, പക്ഷേ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാവാം. ആ വൂണ്ടഡ് ഹാർട്ടിനെ ചിലപ്പോൾ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതാവാം, നിങ്ങൾ അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതാവാം. ചിലപ്പോൾ ഇന്ന് അതേ വേദനയിലൂടെ നിങ്ങളിന്ന് പോകുന്നതാവാം. ഇന്ന് മൊത്തം റിലേഷൻഷിപ്പ് പോലെയാണ് കാണുന്നത്. 5 ഓഫ് കപ്സ് അതിൻ്റെ നഷ്ടത്തിലെ വേദനയിൽ, കടുത്ത നിരാശയിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നഷ്ടബോധമാണ്. ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തുള്ള രീതിയിലുള്ള ഒരാളല്ല ഈ വ്യക്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാവാം. ഇയാളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ ശാരീരികവും മാനസികവുമായി പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാവാം. ചിലപ്പോൾ നിങ്ങളുടെ മാനസിക നിലയിലുള്ള ഈ നിങ്ങളുടെ മെൻ്റൽ കണ്ടീഷനിങ്ങിനെ ഇയാളൊരു പരിധിവരെ സ്വാധീനിക്കുന്നുണ്ടാകാം. ഇപ്പോൾ ചിലപ്പോൾ അതിനെ ക്യൂറാക്കാനും അയാൾക്ക് തന്നെ പറ്റുമെന്നുള്ളൊരു ചിന്തയായിരിക്കാം. കാരണം ഈ 5 ഓഫ് പെൻറ്റക്കിൾസിനും 5 ഓഫ് കപ്സിനും 3 ഓഫ് സോഡ്സിനും 3 ഓഫ് കപ്പ് ഇതുണ്ട്. ഈ ഒരു പാറ്റേൺ നോക്കി, 5 ഓഫ് കപ്പ് 5 ഓഫ് പെൻറ്റക്കിൾ, 3 ഓഫ് സോഡ് 3 ഓഫ് കപ്സ്. അപ്പോൾ 3ൽ നിന്ന് 5ലേക്കുള്ളൊരു അപ്ഗ്രഡേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കുമെങ്കിൽ പോലും അവിടെ നിങ്ങൾക്കൊരു ഹൈക്കിംഗ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കുമെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു നേട്ടം കൂടെ നിങ്ങൾക്ക് ഈ ആളിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, നിങ്ങൾ വൺസ് യു ആർ ബ്രോക്കൺ ഓർ വൺസ് യു ആർ വൺസ് യു ലോസ് ദ ഫെയ്ത്ത് ഓർ ദ ട്രസ്റ്റ്, അത് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബിൽഡ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. മാത്രമല്ല അതിൽ പിന്നെ അധികം നമ്മൾ റിലേ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏച്ച് കിട്ടിയാലും കുഴച്ചിരിക്കുമെന്ന് പറയത്തില്ല. അതുപോലെ ഇത് ഫുള്ള് റിലേഷൻഷിപ്പ് കാർഡ് പോലെയാണ് കാണുന്നത്.
അപ്പോൾ ഇത് ആരുടെയോ ഈ അടുത്ത് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആരുടെയോ ഒരു റിലേഷൻഷിപ്പ് പോലെ തോന്നുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി എൻട്രൻസ് കൊണ്ട് ബ്രേക്കപ്പ് ആയി പോയൊരു റിലേഷൻഷിപ്പ് പോലെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളതിൽ കടുത്ത മാനസിക വിഷമത്തിലും നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ബ്രേക്കപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആരോ, മാനസിക വിഷമമുള്ള ആരോ ഒരാൾ വീഡിയോ കാണുന്നതിൻ്റെ ആയിരിക്കാം. ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് പഴയ പാസ്റ്റിനെ, ഇത് ഞാൻ പറഞ്ഞില്ലേ 3 ഹൗസോടൊക്കെ പാസ്റ്റ് എനർജീസ് ആണ്, കാർമിക് ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് പറയുന്നത്. അപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്തും പറയുന്നത് ഒരു എന്താണ് പാസ്റ്റ് ലൈഫ് കണക്ഷനെ കുറിച്ചും കാർമിക് എൻഡിങ്ങിനെ കുറിച്ചും ഒക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നുണ്ട്. നിങ്ങളൊരു സ്പിരിച്വൽ വേയിലേക്ക് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ദൈവം എന്നെ രക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ വേറെ ആശ്രയമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റാത്തത് കൊണ്ട്, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തത് കൊണ്ട് കൂടുതലായിട്ട് ദൈവത്തിനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവം എല്ലാം ശരിയാക്കി തരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവിനിറ്റി ഏതാണോ അത്, ആ ഡിവിനിറ്റിയിൽ നിങ്ങൾ പൂർണ്ണമായും സറണ്ടർ ചെയ്ത് നിൽക്കുന്നു. വേറെ ആരോടും പ്രാർത്ഥിക്കാനും പറയാനും ഇല്ലാത്തത് കൊണ്ട് അതിൽ പൂർണ്ണമായും റിലൈസ് ചെയ്യുന്നു. അപ്പോൾ 24 hours നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം ആ ഒരു വേറെ വിശ്വസിക്കാൻ വേറെ ഒന്നും ഇല്ല നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ എല്ലാം ശരിയാക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകാനും പുതിയൊരു സ്പിരിച്വൽ ജേർണിയിലേക്ക് പോകാനുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. കുറച്ച് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവുമെന്ന് തോന്നുന്നില്ല ഇന്നത്തെ റീഡിങ്. എന്തോ ഒരു പർട്ടിക്കുലർ പേഴ്സണോ അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ഇത് റെസനേറ്റ് ആവുന്നതെന്ന് തോന്നുന്നു ഇന്നത്തെ റീഡിങ്. 6 of Wands ഉണ്ട്. അപ്പോൾ ഒരു റീയൂണിയൻ്റെ കാർഡ് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് റീയൂണിയൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. കുറച്ച് പേർക്കൊരു യാത്രയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു സെലിബ്രേഷൻ്റെ കാർഡ് കാണുന്നുണ്ട്. കുറച്ച് ഇമോഷണലി ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് പേരെ കാണാം. ഫിനാൻഷ്യൽ ലോസ് വന്ന കുറച്ച് ആളുകളെ കാണാം. ഇവിടെ റീയൂണിയൻ നടക്കുന്ന ആളുകളെ കാണാം. കുറച്ച് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്ന ആളുകളെ കാണാം. അതായത് പബ്ലിക് റെക്കഗ്നേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനുമോദിക്കപ്പെടുക, നിങ്ങൾ ചെയ്തിട്ടുള്ള എഫേർട്ടിന് നിങ്ങളെ മറ്റുള്ളവർ അഭിനന്ദിക്കുക എന്നൊക്കെയാണ് 6 of Wands പറയുന്നത്. ഒരു തരം എന്താണ് 6 of Wands പറയുമ്പോഴത്തേക്കൊരു നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആവുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അഭിനന്ദിക്കപ്പെടുന്നു, നിങ്ങൾ ആദരിക്കപ്പെടുന്നു എന്നൊക്കെയാണ് പബ്ലിക് റെക്കഗ്നേഷൻ പറയുന്നത്. നിങ്ങളെ മറ്റുള്ളവർ പുകഴ്ത്തുക, അത് നിങ്ങൾ കേൾക്കുക, ഒരു ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കുക, ഇതൊക്കെയാണ്. നെക്സ്റ്റ് 3 of Pentacles ആണ്. അപ്പോൾ ഇന്ന് കൂട്ടുചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ആരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ കൂടെ ഇന്ന് വർക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. 3 of Pentacles പറയുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാകാം, നിങ്ങൾക്കൊരു ഗൈഡൻസ് എടുക്കുന്നതാവാം, ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാകാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതും ആകാം. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ ഒരു വർക്ക് പ്ലേസ് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നവനും 3 of Pentacles പറയുന്നുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് പണം നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് കുറച്ചധികം പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. 3 of Pentacles. നെക്സ്റ്റ് 10 of Wands ആണ്. അവിടെ ഒരു കാർമിക്കായിട്ടുള്ള എൻഡിങ്ങിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഒരു കാർമിക് എൻഡാണ്. അപ്പോൾ കുറച്ച് പെയിൻഫുൾ ആയിരിക്കും കുറച്ചധികം പേർക്ക്. എങ്കിൽ പോലും ഇത് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എൻഡപ്പായി പോകുന്നുണ്ട്. അത് മിക്കവാറും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആകാനാണ് സാധ്യത. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വർക്ക് പ്ലേസിലാണെങ്കിലും കുറച്ച് ഓവർ വർക്ക് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ഈസി ഗോയിങ് ആയിരിക്കില്ല, കുറച്ചധികം ഹെക്റ്റിക് വർക്ക് ചെയ്യേണ്ടി വരും. ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾ ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 10 of Wands പറയുന്നത്. 3 of Pentacles ഓൾറെഡി ഞാൻ പറഞ്ഞു, വർക്ക് പ്ലേസിലുള്ള ഒരു ഹെക്റ്റിക് വർക്ക് ആയിരിക്കാം. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാവാം, പുതിയ എന്തെങ്കിലും ഒരു ഓപ്പണിങ് നിങ്ങൾക്ക് വരുന്നതാകാം, ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാകാം, കൊളാബറേഷൻ ആവാം. പിന്നെ പറഞ്ഞ പോലെ ഒരു ഗൈഡൻസ് കിട്ടുന്നതും ആകാം. ലാസ്റ്റ് കാർഡ് വന്നിട്ട് ക്യൂൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു മദർലി ലവ് നിങ്ങൾക്ക് ഇന്ന് എല്ലാവരോടും തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഹീലാവാതെ കിടക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല നിങ്ങൾ ഇന്ന് മറ്റുള്ളവർക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, വളരെ ഇമ്മൻസ് ആയിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മനസ്സുള്ള ഒരു ആളായിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളോട് പോലും നിങ്ങൾ അവരോട് വളരെ കൈൻഡായിട്ട് ജനറസ് ആയിട്ടിരിക്കുക, അവർക്കൊരു മദർലി അഫെക്ഷൻ കൊടുക്കുക, അവരോടൊക്കെ വാത്സല്യം കാണിക്കുക, ഇതൊക്കെയാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. പിന്നെ വെയിറ്റിംഗ് എനർജിയാണിത്. പറഞ്ഞ പോലെ വെയിറ്റിംഗ് എനർജിയാണ്. ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്, പാഷനേറ്റ്ലി വെയിറ്റിംഗ് ആണ്, ഡെഡിക്കേറ്റഡ് ലവ് ആയിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് അവരെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വാത്സല്യത്തോടു കൂടി നിൽക്കുക, അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ട് എന്തും നമ്മുടെ കയ്യിലുള്ള
കാര്യങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ ഒരു മനസ്താപവും ഇല്ലാതെ കൊടുക്കാനായിട്ട് വളരെ സ്നേഹത്തോടു കൂടി കരുതലോടു കൂടി മറ്റുള്ളവരെയും കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ വീഡിയോ കാണുന്ന ആണായാലും പെണ്ണായാലും ഒരുതരം ഒരു ഫെമിനിനിറ്റി തോന്നാൻ സാധ്യതയുണ്ട്. എല്ലാവരോടും ഒരു വളരെ സ്നേഹമൊക്കെ തോന്നാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സ്. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് എന്താണെന്ന് അറിഞ്ഞൂടെ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് വന്നതുപോലെ തോന്നുന്നുണ്ട്. റീസെൻ്റ്ലി ബ്രേക്കപ്പ് ആയിട്ടുള്ള ആരോ റീഡിങ് കാണുന്ന പോലുണ്ട്. വളരെ ബ്രോക്കൺ ആയിട്ടുള്ള, വളരെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ആരോ വീഡിയോ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും ഫസ്റ്റ് അവർ കാണുന്നത്. ആദ്യമായിട്ട് ടാരോ റീഡിങ്സിൽ ഫസ്റ്റ് വീഡിയോ കാണുന്നത് ഇതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആണ് എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പേടിക്കണ്ട കേട്ടോ, അവിടെ ഒരു റീയൂണിയൻ്റെ കാർഡുണ്ട്, പുതിയ തുടക്കത്തിൻ്റെ കാർഡുണ്ട്. ഈ വീഡിയോ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ഇവിടെ ഒരു കൈ കൊണ്ട് അടിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് തലോടുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഹെൽപ്പായിട്ട് വരുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. ബ്രോക്കൺ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു പാഠം പഠിപ്പിക്കുക എന്ന് തന്നെയാണ്. നമ്മുടെ ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വെച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഹൃദയത്തിനെ അത്രത്തോളം തകർക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് ഒരാൾക്ക് തകർക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഉള്ളിലിരിക്കുന്നവർക്ക് മാത്രമേ അത് അത്ര ഇങ്ങനെ തകർക്കാൻ പറ്റുള്ളൂ. പുറമേയുള്ള ആളുകളെ നമുക്ക് ഓടിച്ചു വിടാൻ പറ്റും, പക്ഷേ ഉള്ളിൽ ഇരിക്കുന്ന ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കാണ് ഇങ്ങനെ കീറി മുറിക്കാനും ഒക്കെ സുഖമായിട്ട് പറ്റുന്നത്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആളുകളെയാണ് പേടിക്കുന്നത്. നമ്മൾ ആളുകളെ എടുത്ത് നമ്മുടെ ഉള്ളിൽ വെക്കുമ്പോൾ സൂക്ഷിക്കുക. ആളുകൾ അർഹതപ്പെട്ടവരാണോന്നോ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് റിക്കവറിയാണ്. അപ്പോൾ നിങ്ങൾ റിക്കവേർഡ് ആകുമെന്ന് കാണുന്നുണ്ട്. പേടിക്കേണ്ട, നിങ്ങൾ റിക്കവേർഡ് ആകും. നിങ്ങൾക്ക് ഇതൊന്നുമല്ല, നിങ്ങൾ പോകേണ്ട വഴി ഇതല്ല, നിങ്ങൾ ചെന്ന് ചേരേണ്ട ഇടവും ഇതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റിക്കവേർഡ് ആകും. നിങ്ങളെക്കൊണ്ട് യൂണിവേഴ്സിന് മറ്റ് പല പദ്ധതികളും ഉണ്ട്. ഹെൽപ്ഫുൾ പീപ്പിൾ, ഞാനിപ്പോൾ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിന് നേരെ ഇറങ്ങുമെന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ തീർച്ചയായിട്ടും ആളുകളെ പറ്റിയിട്ടുണ്ടാവും. ഇമ്പ്രൂവിങ് ഹെൽത്ത്, ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഹാർട്ട് ബ്രോക്കൺ അല്ലെങ്കിൽ അറ്റാക്ക് പോലുള്ള അസുഖങ്ങളുള്ള ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ കേൾക്കുന്നതാവാം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഹാർട്ട് പ്രശ്നമുണ്ട് എന്ന് അറിയുന്നതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇമ്പ്രൂവിങ് ഹെൽത്തും കൂടെ വന്നതുകൊണ്ട് ഇവിടെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആകാം, അത് ഹാർട്ടുമായി ബന്ധപ്പെട്ടതാകാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷനാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിന്ന് വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് ആണ്. അപ്പോൾ ഹീലിംഗ് ആവശ്യമുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഹീലിംഗ് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് എല്ലാം ഹീൽ ചെയ്യുക. യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർഗിവ് യുവർ പേരൻസ്. ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫുണ്ട്, അച്ഛനമ്മയുണ്ട്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഉണ്ട്, മക്കളുണ്ട്. പിന്നെ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷവും അവിടെയുള്ള എല്ലാ പക്ഷി ജന്തു ജീവജാലങ്ങളും എല്ലാം അടങ്ങുന്നതാണ്. അപ്പോൾ അവിടെയുള്ള ട്രോമാസിനെ എല്ലാം ക്യൂർ ചെയ്യണം എന്നാണ്. ദെൻ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. നമ്മളിപ്പോൾ എപ്പോഴും കാണുന്നതാണ്. പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സോൾമേറ്റ് ആണെന്നുള്ള കാർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ ആദ്യമേ അറിയാം, മുന്നേ അറിയാം, ഇന്നോ ഒന്നിലും ഒന്നും കണ്ടതല്ല. നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊന്നും അല്ല ഈ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ദെൻ ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റാത്തത്, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് നിങ്ങളിലൊരു സ്നേഹവും വിശ്വാസവും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. അപ്പോഴാണ് മറ്റുള്ള ആളുകളുടെ സ്നേഹവും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. നിങ്ങളിങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ടൊന്നിരിക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതാണെങ്കിലും ആ അവസ്ഥ നിങ്ങൾ അനുഭവിക്കേണ്ടതായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങളെ നോക്കി കാണാൻ പറ്റും. ഞാനെപ്പോഴോ ആരോടോ ചെയ്തിട്ടുള്ളൊരു ചതിയുടെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ ജന്മമാകാം, അല്ലെങ്കിൽ മുൻ ജന്മങ്ങളിലായിരിക്കാം. അപ്പോൾ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, സറണ്ടർ ചെയ്യുക. തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് പുതിയ പുതിയ നല്ല കാര്യങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. അപ്പം റീഡിങ് നെഗറ്റീവായി പോയെങ്കിൽ ഐ എം റിയലി സോറി. പക്ഷേ ഇതിനകത്ത് വന്നേക്കുന്ന ഫുള്ള് ഇങ്ങനെയുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു കുറച്ച് നെഗറ്റീവ് ട്രേറ്റ്സ് ഉള്ള കാർഡ്സ് വന്നിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇവിടെ ബോട്ടം ഡെക്ക് നൈറ്റ് ഓഫ് വാൺസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പാഷനേറ്റ് ആയിരിക്കും, വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കും. നിങ്ങൾ വർക്ക് പ്ലേസിലൊക്കെ ഇന്ന് വളരെ ക്യൂരിയസ് ആയിരിക്കും, വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കും, വളരെ എൻത്യൂസിയാസ്റ്റിക് ആയിരിക്കും എന്നൊക്കെയാണ് ബോട്ടം ഡെക്കും പറഞ്ഞപ്പോൾ.
എന്ത് തന്നെയായാലും ഇത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. പുതിയ തുടക്കം ഉണ്ടെന്നുണ്ട്, റിയൂണിയൻ ഉണ്ടെന്നുണ്ട്, ഫിനാൻഷ്യൽ ഇമ്മൻസ് സപ്പോർട്ട് ഉണ്ടെന്നുണ്ട്, മറ്റാളുകളുടെ ഹെൽപ്പ് കിട്ടുമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, വരുന്നതെല്ലാം നല്ലതെന്ന് മാത്രം വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 12-12 പോർട്ടൽ മറക്കരുത്. മാനിഫെസ്റ്റേഷൻ ചെയ്താലുള്ളവർ എഴുതണം. മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതെല്ലാം നിങ്ങളിലേക്ക് തന്നെ വരും. അപ്പോൾ മാക്സിമം നിങ്ങളതിനെ വേണ്ടിയിട്ട് പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.